ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരായ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, ഈ ഒരു ബറക്കത്താക്കപ്പെട്ട സമയത്ത് ഏറെ മഹനീയമായ സദസ്സിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സദസ്സായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് യതദാറസൂനഹു ബൈനഹും. ഖുർആൻ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖുർആൻ പരസ്പരം പഠിപ്പിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന സദസ്സുകൾ, ആ സദസ്സുകൾ എപ്പോഴും ശ്രേഷ്ഠതയുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേക നോട്ടമെത്തുന്ന സദസ്സുകളാണ്, മഗ്ഫിറത്തിന് കാരണമാകുന്ന സദസ്സാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങാൻ കാരണമാകുന്ന സദസ്സുകളാണ്. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠത നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ തിരഞ്ഞെടുത്തതാകട്ടെ സൂറത്തുൽ ദുഹയാണ്. ഖുർആനിലെ 30-ാമത്തെ ജുസ്ഇലെ സൂറത്തുൽ ദുഹ മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്തിൻ്റെ സവിശേഷത നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. മക്കീ മദനീ എന്നുള്ളത് പണ്ഡിതന്മാർ പറയാറുള്ളത്, മക്കീ എന്നതുകൊണ്ട് ഉദ്ദേശം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതീർണമായ ആയത്തുകൾക്ക്, സൂറത്തുകൾക്ക് മക്കീ എന്നും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയതിന് ശേഷം അവതരിക്കപ്പെട്ട എല്ലാ ആയത്തുകളും അതൊക്കെ മദനിയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കാറുണ്ട്. അങ്ങനെ റസൂലിൻ്റെ ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തു ദുഹ എന്നുള്ളത്. ഈ ഒരു സൂറത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻ ഹലഫ ബിഗൈരില്ല, ആരെങ്കിലും അല്ലാഹു അല്ലാത്ത മറ്റാരെങ്കിലും കൊണ്ട് സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. സത്യം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന, ഓതിത്തരുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. വത്തീനി വസ്സൈത്തൂൻ, വത്തൂരി സീനീൻ എന്ന് തുടങ്ങി അങ്ങനെ നിരവധി ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നുണ്ട്. സമാനമായ ഒരു സൂറത്ത് തന്നെയാണ് സൂറത്തു ദുഹ എന്നുള്ളത്. സത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അദബ് എന്നുള്ളത് പണ്ഡിതന്മാർ പറയാറുള്ളത്, ഒന്നാമത്തത് അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെയും തൊട്ട് സത്യമിടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ അഥവാ സത്യമിടുകയാണെങ്കിൽ അല്ലാഹുവിനെ തൊട്ട് മാത്രമേ നമ്മൾ സത്യമിടാൻ പാടുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെയും തൊട്ട് നമ്മൾ സത്യമിടുക എന്നുള്ളത് പൂർണ്ണമായും ഷിർക്കാണ്, നമ്മളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പാകത്തിലുള്ള പാപമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ നമ്മുടെ പ്രയോഗത്തിലൊക്കെ വരാറുള്ളൊരു തെറ്റാണ് ഉമ്മയാണ് സത്യം, ബാപ്പയാണ് സത്യം, അല്ലെങ്കിൽ ചില ആളുകൾ
ചില ആൾക്കാരൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ചില സംസാരമൊക്കെ പള്ളീൻ്റെ അടുത്ത് നിന്ന് നടക്കും. അപ്പോൾ വളരെ ഗൗരവമുള്ള സംസാരം ചിലപ്പോൾ കടന്നു വന്നാൽ പറയും പള്ളിയാണ് സത്യം എന്നൊക്കെ പറയും. അത് വളരെ ഗൗരവമുള്ള വർത്താനാണ്, ഷിർക്കാണ്, അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒന്നിനെയും തൊട്ട് സത്യം ഇടാൻ പാടില്ല. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ പറയുമ്പോൾ സത്യം മാത്രം പറയുക എന്നുള്ളതാണ്. അപ്പോൾ പറയുന്നതിൻ്റെ കൂടെ വല്ലാഹി എന്നൊരു വാചകം നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കേണ്ട, അഥവാ പൊതുവെ അറബികളൊക്കെ എല്ലാത്തിനും വല്ലാഹി പറയാറുണ്ട്. ആ ഒരു രീതിയിലേക്ക് പോവാതെ ആവശ്യമായ ഘട്ടങ്ങളിൽ മാത്രം വല്ലാഹി എന്ന പ്രയോഗം ഉപയോഗിക്കാം എന്നല്ലാതെ എല്ലാത്തിനും വല്ലാഹി എന്ന് പറയുന്നത് അതൊരു അദബുകേടായി കൂടി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയേണ്ടിടത്ത് മാത്രം വല്ലാഹി ഉപയോഗിക്കുക. ഇനി സത്യം ഇടുകയാണെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും തൊട്ട് സത്യം ഇടാതിരിക്കുക എന്നൊക്കെ മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ് ഖുർആനെ തൊട്ട് ഖുർആനാണ് സത്യം എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു അനുവദനീയമാണ് എന്നുള്ളതാണ്. കാരണം അൽ ഖുർആനു കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖിൻ, ഖുർആൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. അല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഗൈറു മഖ്ലൂഖിൻ, അത് സൃഷ്ടിയല്ല. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത, ഏകകണ്ഠേന അഹ്ലുസുന്ന അംഗീകരിച്ച കാര്യമാണ് അൽ ഖുർആനു ഗൈറു മഖ്ലൂഖിൻ, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, മറിച്ച് കലാമുള്ള അള്ളാഹുവിൻ്റെ കലാമാണെന്ന്, അഥവാ അള്ളാഹുവിൻ്റെ സംസാരമാണെന്ന്. അള്ളാഹിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സിഫത്താണ്, അള്ളാഹിൻ്റെ വിശേഷണമാണ്. അള്ളാഹിൻ്റെ വിശേഷണത്തിൽപ്പെട്ടാണ് അള്ളാഹിൻ്റെ സംസാരം എന്നുള്ളത്. അള്ളാഹിൻ്റെ വിശേഷണമൊന്നും അള്ളാഹിൻ്റെ സൃഷ്ടിയല്ല, അതൊക്കെ അള്ളാഹുവിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനെ പിടിച്ച് സത്യം ചെയ്യുക എന്നുള്ളത് വല്ലാഹി എന്നതുപോലെ തന്നെ അനുവദനീയമാണ്. പക്ഷേ ഇതൊക്കെ അനിവാര്യ ഘട്ടങ്ങളിലാണ് ഖുർആനാണ് സത്യം, അള്ളാഹുവാണ് സത്യം എന്നൊക്കെ പറയേണ്ടത് എന്നുകൂടി നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹുവിന് സൃഷ്ടികളൊക്കെ തൊട്ട് സത്യം ചെയ്യാൻ അനുവദനീയമാണ്. അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിച്ചത്. അള്ളാഹുവിന് എന്തിനും അനുവദനീയമാണ്. അള്ളാഹുവിന് നമ്മളെപ്പോലെ അനുവദനീയമല്ലാത്ത അങ്ങനെയൊന്നുമില്ല. അള്ളാഹുവിന് പരിധികളില്ല, നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ അള്ളാഹുവിന് അത് കഴിയോ ഇത് കഴിയോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ പോലും ചിന്തിക്കാൻ പോലും പാടില്ല. പണ്ഡിതന്മാർ പറയേണ്ട അതൊരു ലോജിക്കില്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു ഹിക്മത്തുള്ളവനാണ്. അള്ളാഹുവിനെ പറ്റി ലോജിക്കില്ലാത്ത ചോദ്യം തന്നെ ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയോട് സമാനമായൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പരിധികളില്ല, എല്ലാം അള്ളാഹ്ക്ക് കഴിയുന്നതാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ തൊട്ട്, തൻ്റെ സൃഷ്ടികളെ തൊട്ട് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് വല്ലുഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഹയെ തൊട്ട് സത്യം ചെയ്യുകയാണ്. വല്ലുഹ, ലുഹ തന്നെയാണ് സത്യം. ലുഹ എന്നുള്ളത് വിശദീകരണത്തിനപ്പുറം നമുക്കറിയാം. ആ ലുഹ സമയത്തെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലുഹ, ആ ലുഹ സമയത്തെ തൊട്ട് സത്യം ചെയ്യുകയാണ്. പൂർവാഹനം തന്നെയാണ് സത്യം എന്ന്. വളരെ ലളിതമായി പറഞ്ഞാൽ ആ ലുഹ സമയം തന്നെയാണ് സത്യം എന്നുള്ളതാണ്. കാലത്തെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റ് ഒരു സൂറത്തിൽ കൂടി സത്യം ഇടുന്നുണ്ട്. സമയത്തിൽ, അതാ ലുഹ എന്നുള്ളത് സമയത്തിൽപ്പെട്ടതാണ്, കാലത്തിൽപ്പെട്ടതാണ്. കാലത്തെ തൊട്ട് സത്യം ചെയ്ത് വേറൊരു സൂറത്തുണ്ട്, പറയാൻ പറ്റുമോ? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൊടുകയാണ്. അതേപോലെ തന്നെ വല്ലൈലി എന്ന് തുടങ്ങി, ഇത് രണ്ടാമത്തെ ആയത്താണ്. വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി തന്നെയാണ് സത്യം. ഇദാ സജ, അത് ശാന്തമാവുമ്പോൾ എന്നുള്ളതാണ്. രാത്രിയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്ന മറ്റൊരു സൂറത്ത് കൂടിയുണ്ട്. വല്ലൈലി ഇദാ യഗ്ശ, രാത്രി തന്നെയാണ് സത്യം എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് സത്യങ്ങളുണ്ട്. വശംസി വലുഹാഹ, സൂര്യനും ലുഹ, അവിടെയും വലുഹാഹ, ഇതേ പ്രയോഗമാണ് വലുഹാഹ. അപ്പോൾ ഒരു അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രയോഗം പഠിച്ചു കഴിഞ്ഞാൽ അതേ സമാനമായ പ്രയോഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ വശംസി വലുഹാഹ വല്ലൈലി ഇദാ സജ എന്ന് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായിട്ട് പറയാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ട, അള്ളാഹു സത്യമിട്ട് പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ അത് അതീവ ഗൗരവമാണ് എന്നുള്ളത്. അള്ളാഹു പറഞ്ഞതൊക്കെ ഗൗരവമാണ്. ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രയോഗങ്ങൾ പ്രത്യേകം പ്രയോഗിക്കും. ഏതുപോലെ അൽ ഖാരിഅ, അള്ളാഹുവിന് എന്താണ് അൽ ഖാരിയ എന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി. അൽ ഖാരിയ എന്ന് അള്ളാഹു ആദ്യം പറഞ്ഞു, അതിൻ്റെ ശേഷം യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് എന്നൊക്കെ അള്ളാഹു നേരിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യൊരു ഇൻട്രോ കൊടുത്തു. മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, ഇങ്ങനെ 2-3 ഇൻട്രോ കൊടുത്തു എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. എന്തിനെങ്ങനെ അള്ളാഹു 1-2 ക്വസ്റ്റ്യൻ വേർഡ്സിൽ ഇൻട്രോ കൊടുത്ത് ആ സംഭവത്തിൻ്റെ ഗൗരവം ഭയാനകത സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു ആയത്ത് പറഞ്ഞ അമ്മ യതസാഅലൂൻ, അവർ എന്തിനെക്കുറിച്ചാണ് പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആദ്യം ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടു, എന്നിട്ട് പറഞ്ഞു അനിൻ നബഇൽ അലീം, അവർ മഹത്തായ ഒരു വാർത്തയെക്കുറിച്ചാണ് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അതിനും ഇൻട്രോ ചെയ്തുകൊണ്ട് ചില വാർത്തയിലേക്ക് കടക്കാറുണ്ട്. അത് നമ്മുടെ മലയാളികൾ നമ്മളൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട് അല്ലേ? ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലത് അതിൻ്റെ ഗൗരവം കുറഞ്ഞു, നമ്മളൊക്കെ ചെയ്യുന്ന ശൈലികളാണ്. ചിലതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി ചില സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കും. ചിലതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി ചിലതിന് നമ്മൾ കുറച്ച് വൈഡ് ആംഗിളിൽ കൊണ്ടുപോകും. അതെല്ലാവരും സ്വീകരിക്കുന്ന രീതികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഭയാനകത സൂചിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. അതേപോലെ ഇതും ഗൗരവമുള്ള, അള്ളാഹു പറഞ്ഞതൊക്കെ ഗൗരവമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമായിട്ട് പറയും, വല്ലുഹാ വല്ലൈലി ഇദാ സജാ, രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാവുമ്പോൾ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണ്. ഈ ഖുർആൻ എന്നുള്ളത് മുഴുവനായിട്ടും റസൂലുള്ളയോടും നമ്മളോട് എല്ലാവരോടുള്ള സംസാരമാണ്. അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹ് പറയാം, മാ വദ്ദഅക, വദ്ദഅ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, മാ വദ്ദഅക, താങ്കളെ അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല, റബ്ബുക, താങ്കളുടെ റബ്ബ് താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല, വമാ ഖലാ, കൈവെറുത്തിട്ടുമില്ല എന്നുള്ളതാണ്. മാ വദ്ദഅക കൈവിട്ടിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, വമാ ഖലാ, താങ്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുത്തിട്ടുമില്ല, താങ്കളോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ അവതീർണമായ ആയത്താണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചതാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലരും റസൂലുള്ളാഹിയെ കളിയാക്കാൻ ആരംഭിച്ചു. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയ സൂറത്തൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം പൊതുവെ റസൂലുള്ളാഹിക്ക് ആയത്തുകൾ, സൂറത്തുകൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ ചില ആയത്തുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിന് വഹി ഇറങ്ങിയത് കുറച്ച് കാലഘട്ടം നിന്നു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് മനപ്രയാസമായി. അപ്പോൾ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. ചില ആളുകൾ പറഞ്ഞ പ്രയോഗം ഇങ്ങനായിരുന്നു, മുഹമ്മദിൻ്റെ ശൈത്താൻ കയ്യൊഴിഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിനെ പരിഹസിച്ച ആൾക്കാരുണ്ടായിരുന്നു. മുഹമ്മദേ, നിനക്ക് ഇറങ്ങിയ, നിന്നെ പടച്ചോൻ കൈവിടിഞ്ഞല്ലോ മുഹമ്മദേ, നിനക്ക് ഇറങ്ങിയ ആയത്തുകളൊക്കെ എവിടെ, നിനക്കിപ്പോൾ ആയത്തുകൾ ഇറങ്ങുന്നില്ലല്ലോ മുഹമ്മദേ എന്ന് പറഞ്ഞ ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിയെ പരിഹസിക്കുന്ന ആളുകൾ. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിലൂടെ വഹി ഇറങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിൽ വല്ലാത്തൊരു മാതൃക നമുക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയായ റസൂലുള്ള വിഷമിച്ച് നിൽക്കുമ്പോൾ, പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആയത്തിറക്കി എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ, ശരിക്കും നമ്മൾ ഖുർആൻ്റെ ആയത്തുകളെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപാട് മാതൃകകൾ പോലുണ്ട്. ആളുകൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളും അവരെ പോയി ആശ്വസിപ്പിക്കണം എന്ന് പറയാറില്ലേ? അതൊക്കെ ശരിക്കും ഇതിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റും. തഅസിയത്ത്, എന്തുകൊണ്ട് തഅസിയത്ത് സുന്നത്തായി? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ പോയി സമാശ്വസിപ്പിക്കുക എന്നുള്ളത് അത് വലിയൊരു പോയിൻ്റാണ് ശരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, നീ കാരണം നിൻ്റെ സഹോദരൻ്റെ കൽബിലേക്ക് ഒരു സന്തോഷമെത്തുക എന്നുള്ളത്, നമ്മൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് പോലും പ്രതിഫലാർഹമാണ് എന്നുള്ളതാണ്. അഥവാ ചിലപ്പോൾ നമ്മുടെ ഉമ്മാനോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളിരിക്കുമ്പോൾ ഹലാലായ രീതിയിൽ അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയ്യത്ത് ശരിയാണ്, അതിനുപോലും നമുക്ക് കൂലി കിട്ടും എന്നുള്ളതാണ്.
അത്ര പ്രാധാന്യമുണ്ട് ശരിക്കും. മറ്റൊരാളെ വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളത്, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കുക എന്നുള്ളത്. അഥവാ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമീമത്ത് പറ്റൂല, ഏബത്ത് പറ്റൂല, അങ്ങനെ ഓരോന്നും പഠിച്ചിട്ടുണ്ട്. കാരണം എന്താ? അതൊക്കെ മറ്റുള്ള ആളുകളെ മുറിവേൽപ്പിക്കുക എന്നുള്ളതാണ്. ആ മുറിവേൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ആളുകളുടെ കൽബിന് തണുപ്പേകുന്ന, കുളിരേകുന്ന, സമാശ്വാസം നൽകുന്ന വാക്കുകൾ പറയുക എന്നുള്ളതും ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ആരെയും വേദനിപ്പിക്കുന്നുണ്ടാവില്ല, എന്നാലും ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അങ്ങനെ ആയിരുന്നു. ആളുകൾക്ക് സമാശ്വാസം നൽകുന്ന, ആളുകൾക്ക് സന്തോഷം നൽകുന്ന വാക്കുകളാണ് റസൂൽ. അഥവാ എത്രത്തോളം ചരിത്രത്തിൽ കാണാൻ സാധിക്കും, സ്വഹാബത്തൊക്കെ ചിന്തിച്ചു പോയിന്ന റസൂൽക്ക് ഇന്നോടാണ് ഏറ്റവും ഇഷ്ടമെന്ന്. അങ്ങനെ ആളുകളൊക്കെ ചിന്തിച്ചിരുന്നത്, റസൂലുള്ള ആരോടൊക്കെ അഭിമുഖീകരിച്ചിരുന്നോ, മീറ്റ് ചെയ്തിരുന്നോ, അവരൊക്കെ ചിന്തിച്ചു പോകുന്ന റസൂലുള്ളാഹ്ക്ക് എന്നോടാണ് ഏറ്റവും ഇഷ്ടമെന്ന്. അങ്ങനെ റസൂലുള്ളാഹിയോട് സംസാരിച്ച ആളുകളുടെയൊക്കെ കൽബിൽ ഒരു സന്തോഷത്തുന്ന, ഒരു ഫർഹത്തുന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് നമുക്കതിന് ഏറ്റവും വലിയ മാതൃക. റസൂലുള്ള വിഷമിച്ചിരിക്കുമ്പോൾ, ആളുകൾ പരിഹസിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ അള്ളാഹു സമാശ്വസിപ്പിച്ചെന്ന്. ഇതിൽ നമുക്ക് മറ്റൊരു മാതൃക കൂടിയുണ്ട്. ആളുകൾ ഒരാളെ വല്ലാതെ ഫോക്കസ് ചെയ്ത് വല്ലാതെ പരിഹസിച്ച് കളിയാക്കിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. ഇപ്പോൾ ദീനിന് വേണ്ടി പോരാടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ ചില നിലപാടെടുത്തതിൻ്റെ പേരിൽ അവിടെ നമ്മൾ പോയി സമാശ്വസിപ്പിക്കണം. അങ്ങനെ ഒരുപാട് മാതൃകകൾ ഈ ഒറ്റ ആയത്തിൽ നമുക്കുണ്ട്. അഥവാ റസൂലുള്ളാഹിനെ അല്ലാഹു സമാശ്വസിപ്പിച്ചത് നമ്മളവിടെ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാണ്ട്, ഡിഫറെൻ്റ് ആംഗിളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ള വിഷമിച്ചിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, മാ വദ്ദഅക റസൂലെ, താങ്കൾ അല്ലാഹു ഉപേക്ഷിച്ചിട്ടില്ല, വമാ ഖല, താങ്കളോടൊരു ദേഷ്യവും തോന്നിയിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് വെറുതെയാണ്, താങ്കളെ വേദനിപ്പിക്കാൻ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനൊന്നും താങ്കളെ വെറുതെ വിടൂല, താങ്കൾ അങ്ങനെ ഉപേക്ഷിക്കൂല എന്ന് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വലൽ ആഖിറത്തു, ആഖിറത്ത് എന്നുള്ളത്, പരലോകം എന്നുള്ളത് റസൂലുള്ളാഹിക്ക് ചില ഓർമ്മപ്പെടുത്തൽ കൊടുക്കുകയാണ്. ആഖിറത്തിന് മറ്റു കുറച്ച് പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നു മാലിക് യൗമിദ്ദീൻ്റെ ക്ലാസ്സിന്, ഓർമ്മ ഉണ്ടാവും? യൗമുദ്ദീൻ്റെ ക്ലാസ്സിന് യൗമുദ്ദീൻ എന്നുള്ളത് പരലോക ആഖിറത്തിൻ്റെ മറ്റൊരു പേരാണ്. ഒരുപാട് പേര് പറഞ്ഞു നമ്മൾ. അല്ല, അറബിയിൽ ഒരുപാട് പേരുകൾ പരലോകത്തിന്. അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൗമുദ്ദീൻ എന്നുള്ളതൊരു പേരാണ്. ഇപ്പോൾ അതാ നമ്മളൊന്ന് പഠിച്ചു, അൽ ആഖിറ ഒന്ന് അതാണ്. മറ്റൊന്ന് ഒരുപാട് പേര് പറഞ്ഞു നമ്മൾ. മഹ്ശറ മലയാളത്തിലും പറയുന്ന സാധനമാണ്. ഖിയാമത്ത് നാളെന്ന് അറിയില്ലേ, യൗമുൽ ഖിയാമ. പിന്നെ അടുത്ത് യൗമുത് തഗാബുൻ, നമ്മളൊരുപാട് പറഞ്ഞിരുന്നു. യൗമുൽ ആഖിറ, ഇതൊക്കെ അതിൻ്റെ വ്യത്യസ്ത പേരുകളാണ്. വ്യത്യസ്ത പേരുകൾ സൂചിപ്പിക്കുന്ന അതിൻ്റെ ഗൗരവത്തെയാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല കുല്ലു ഹാലത്തിൻ മുതഅഖിറ മിൻ അഹ്വാലിക ഫഇന്നഹാ അൽ ഫദ്ലു അലാ ഹാലത്തി സാബിഖ. തീർച്ചയായും പരലോകമാണ് നിനക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളതെന്ന്. വലൽ ആഖിറത്തു, പ്രവാചകരെ, ആഖിറത്ത് എന്നുള്ളത് ഖൈർ, ഖൈർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഉത്തമമായത്, ലക്ക താങ്കൾക്ക്, മിനൽ ഊല, ഊല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ, അഥവാ ഇഹലോകത്തേക്കാളും താങ്കൾക്ക് ഖൈർ പരലോകാണെന്ന്. അത് പ്രവാചകനോട് മാത്രമുള്ളൊരു ഉപദേശമായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലുണ്ട്, അദ്ദുന്യാ സിജുനുൽ മുഅ്മിൻ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് ഒരു ജയിലാണെന്ന് റസൂൽ പറഞ്ഞു. വ ജന്നത്തുൽ കാഫിർ, കാഫിറിനാകട്ടെ ഈ ദുനിയാവ് ഒരു തറങ്ക, ഒരു ജയിൽ പോലെയാണെന്ന്, അല്ല സ്വർഗം പോലെ. ജന്നത്തുൽ കാഫിർ, കാഫിറിന് സ്വർഗവും, സിജുനുൽ മുഅ്മിൻ, മുഅ്മിന് ഒരു തറ, ഒരു ജയിൽ പോലെയെന്ന്. അത് നമ്മൾ ഈ ആയത്ത് നമുക്ക് കിട്ടേണ്ട മറ്റൊരു വിശദീകരണം കൂടിയാണ്. അതാ ഒരു മുഅ്മിൻ റസൂലുള്ളാഹിൻ്റെ പാത, അതാ റസൂലുള്ളാഹിക്ക് ഖൈർ പരലോകാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹിൻ്റെ പാത ആരൊക്കെ പിന്തുടരുന്നുണ്ടോ അവർക്കൊക്കെ എപ്പോഴും ഖൈർ പരലോകം തന്നെയാണ്.
അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ ഈ ഹദീസ് ഭയങ്കര ഹദീസ്, നമുക്ക് മനസ്സിന് ഭയങ്കര ആശ്വാസം നൽകുന്ന ഹദീസ്. അഥവാ നമുക്ക് പല പ്രയാസങ്ങളും പല പരിമിതികളും ഉണ്ടാവും. അത് എങ്ങനെയൊക്കെ ചിന്തിക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ദുനിയാവിൽ ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് പ്രയാസം ഞെരുക്കം നേരിടുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അത് പരിഹരിക്കാൻ. ഒരു അമുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവനക്ക് പരിമിതിയില്ല, എങ്ങനെയും പരിഹരിക്കാം. അതോ ഖുറാനും ഹദീസും ഇല്ലാത്തോ എങ്ങനെയും പരിഹരിക്കാമല്ലോ. ഉദാഹരണത്തിന് ആളുകളുടെ മോഷ്ടിക്കാം, അല്ലെങ്കിൽ പലിശക്ക് വാങ്ങാം, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പണയത്തിന്, അങ്ങനെ ഒരുപാട് ഹറാമായ കച്ചവടത്തിലേക്ക് വേഗം കിടക്കുക. ഇപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് പെട്ടെന്ന് പണം കിട്ടാനുള്ള ഒരുപാട് കച്ചവട രീതികൾ, അതൊക്കെ സമീപിക്കാം. പക്ഷേ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസപ്പെട്ട് കഴിഞ്ഞാലും ആ പ്രയാസം നീക്കാൻ അവനൊരു പരിമിതി ഉണ്ട്. ഏതെങ്കിലും മാർഗത്തിലൂടെ അവന് പരിഹരിക്കാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഒരിക്കലും ചടുപ്പ് പോകുന്നത് ഇതെന്താ നമുക്ക് മാത്രം ഇങ്ങനെ ഇതെന്താ അത് ചെയ്താൽ പ്രശ്നം ഇത് ചെയ്താൽ പ്രശ്നം അങ്ങനെയൊക്കെ നമ്മളെ മുഅ്മിൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരാൻ പാടില്ല. കാരണം അള്ളാഹിൻ്റെ റസൂൽ ഒരു വടിവരട്ട് പറഞ്ഞു കഴിഞ്ഞു, നമുക്കൊരു പ്രയാസം ഉണ്ടാവും, നമുക്ക് ഒരു ഫുൾ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. റസൂൽ പറഞ്ഞ പോലെ ഒരു തറങ്ക ഒരു ജയിലിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് വേണം. ഇല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്നർത്ഥം. അഥവാ ഒരു പ്രയാസമില്ല, എനിക്കല്ല, നമുക്ക് നമ്മുടെ ജീവിതം ഒരു ഫുൾ തുറന്ന ഒരു ഓപ്പൺ ബുക്ക് പോലെ. അത് അങ്ങനല്ല, കുറേ ബ്ലോക്കിംഗ് ഉണ്ടാവും നമുക്ക്. അത് ചെയ്യാൻ പറ്റൂല, ഇത് ചെയ്യാൻ പറ്റൂല, സത്യമാണ്. റസൂലുള്ളാഹ്ക്ക് പോലും ഇല്ല ഒരുപാട് പരിമിതികൾ. റസൂൽ അത്ര കാലം പട്ടിണി എടുത്തിരുന്നു. ആയിഷ ബീവി പറയുന്ന കാണാം, റസൂലുള്ളാഹ് ബർദൈനി വെച്ച് മാത്രം 2 മാസം തള്ളി നീക്കിയെന്ന. ബർദൈൻ എന്ന് പറഞ്ഞാൽ ഈത്തപ്പയവും വെള്ളവും രണ്ടിനും കൂടിയാണ് ബർദൈൻ എന്ന് പറയും. ആ ബർദൈനി വെച്ച് റസൂൽ 2 മാസം തള്ളി നീക്കി എന്നുള്ളതാണ്. റസൂലുള്ളാഹ്ക്ക് വേണമെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൂടായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളാപ്പയോടാണ് റസൂൽ ആദ്യം പറഞ്ഞ് പലിശൻ്റെ ആയത്തിറങ്ങിയപ്പോൾ പലിശ നിർത്താൻ. പണക്കാരില്ലായിരുന്നു, പലിശൻ്റെ വകുപ്പുകളില്ലായിരുന്നു, റസൂലുള്ളാഹിക്ക് സ്വീകരിച്ചുകൂടായിരുന്നു. പക്ഷെ ആ ബോധ്യം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് ഇവിടുന്ന് കഴിച്ചിടാൻ കഴിയില്ല. വല്ലാഹി സത്യം കഷ്ടപ്പാടുണ്ടാവും. ഒന്നങ്ങ് ആൾക്കാരെ വാക്കുകൾ കൊണ്ട് കഷ്ടപ്പാടുണ്ടാവും, സാഹചര്യം കൊണ്ട്. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അൽ മാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തി ദുനിയ, മക്കള് ധനം എന്നുള്ളതൊക്കെ എന്താണ്, ദുനിയാവിൽ അലങ്കാരമാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്, ഈ പണവും സമ്പത്തും മക്കളൊക്കെ എന്താണ്, ഫിത്ന കൂടിയാണെന്ന്, അഥവാ പരീക്ഷണം കൂടിയാണ്. റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഏറ്റവും വലിയ പരീക്ഷണമായിക്കൊണ്ട് സ്ത്രീകളെ സൂചിപ്പിച്ച ഹദീസുകളുണ്ട്. അതേപോലെ തന്നെ ദുനിയാവ് നിങ്ങളിലേക്ക് തുറന്നിടപ്പെടുന്നതാണ് ഞാൻ ഏറെ ഭയപ്പെടുന്നത് റസൂലുള്ളാഹി പറഞ്ഞ മറ്റൊരു ഹദീസുണ്ട്. അഥവാ ദുനിയാവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിത്നയാണ്, പരീക്ഷണമാണ്. സ്ത്രീ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം ബാപ്പയും ഉമ്മയും ഒരു പരീക്ഷണമാണ്. എല്ലാവർക്കും സമ്പത്തൊരു പരീക്ഷണമാണ്. പണക്കാരനെ സംബന്ധിച്ചിടത്തോളം പണം ഒരു പരീക്ഷണമാണ്. ഫക്കീറിനെ സംബന്ധിച്ചിടത്തോളം പണമില്ലാത്ത അവസ്ഥ ഭയങ്കര പരീക്ഷണം. കാരണം പണമില്ലാത്തപ്പോൾ എന്തു വരും എന്നറിയോ, പണമുള്ളതിനേക്കാളും കൂടുതൽ പണമില്ലാത്തപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ് കുഫറിൻ്റെ ചിന്ത. കുഫറിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഫഖറി എന്നുള്ളതാണ്. അഥവാ ദൈവനിഷേധത്തിലേക്ക് എത്തുന്ന ഫഖറിലെത്തിപ്പെട്ടാൽ അങ്ങനെ ഫുള്ള് നമ്മളൊരു പരീക്ഷണത്തിൻ്റെ ലോകത്തെ ശരിക്കും. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഇട്ടത്. ഇതൊരു ടെസ്റ്റ്മെൻ്റ്, ഒരു പരീക്ഷയുടെ കാലഘട്ടമാണ്. നമുക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അത് ഏത് വിധേനയായിരിക്കാം. നമുക്ക് നേരിടുന്ന ടെൻഷനുകളോടും പോലും നമുക്ക് പരീക്ഷണമാണ്. അപ്പോൾ പോലും നമ്മുടെ നീയത്ത്, അള്ളാഹുവേ അതൊക്കെ പരലോകത്ത് നീ സൂറത്തുൽ ദുഹയിൽ പറഞ്ഞതുപോലെ പരലോകത്ത് ഇതിൻ്റെയൊക്കെ ഖൈറുണ്ടല്ലോ പഠിച്ചോനെ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഓരോ ടെൻഷനുകളിലും നമുക്ക് സഹിക്കാൻ പറ്റിയാണ്ടല്ലോ ആ ആയത്ത് അപ്പം മനസ്സിലേക്ക് വരണം. ആഖിറത്താണ് ഖൈർ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അനുഭവിക്കുന്ന അഥവാ ആഖിറത്ത് ഖൈറെന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ സൈക്ക് തന്നെ എന്ന ഈ സൂറത്തുൽ ദുഹൻ്റെ ആയത്ത് ഇങ്ങനെ ഓർമ്മ വരണം. അപ്പോൾ നമുക്ക് നേരിടുന്ന പേടിക്കും ടെൻഷനും എല്ലാത്തിനും കൂലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൂലിയിലാക്കാൻ പറ്റുന്ന ഭാഗ്യവാന്മാർ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്, വലസൗഫ യുഅ്തീക, അഅത യുഅ്തി എന്ന് പറഞ്ഞാൽ നൽകുന്നതാണ്. യുഅ്തീക താങ്കൾക്ക് അള്ളാഹു നൽകും. സൗഫ എന്നുള്ളത് ശരിക്കും ഫ്യൂച്ചർ ആയ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. സൗഫ യുഅ്തീക, താങ്കൾക്ക് അള്ളാഹു നൽകും. അഥവാ പരലോകത്ത് നൽകുന്നതിനെ കുറിച്ച് പറയാണ്. യുഅ്തീക റബ്ബുക വലസൗഫ യുഅ്തീക റബ്ബുക. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്തേ നമ്മൾ പറഞ്ഞേ? നമ്മൾ മലയാളത്തിൽ പറയാൻ പാടില്ല. 3 വിശേഷണങ്ങൾ ഉൾക്കൊണ്ടതാണ് റബ്ബ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു.
അഥവാ ശരിക്കും ഒരു ഗൃഹനാഥന് പറയുമല്ലോ റബ്ബ് എന്ന്, റബ്ബുൽ ബൈത്ത് പറഞ്ഞ ഗൃഹനാഥൻ എന്ന് പറയും. പക്ഷേ അതല്ലല്ലോ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് എന്ന് പറയുമ്പോൾ റബ്ബാണ്, അലിഫ്ലാമിട്ട റബ്ബ്. അപ്പോൾ റബ്ബ് എന്ന് പറയുമ്പോൾ അതിന് 3 ആശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് റബ്ബാകുക. എന്താണ്? ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാർ പഠിപ്പിച്ചൊരു പ്രയോഗമാണ് യാ റബ്ബ് എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അഥവാ ഒരു ഹദീസിൽ കാണാം, അശ്അസ അഗ്ബറ, യാത്ര ചെയ്ത് അങ്ങേയറ്റം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുത്തൻ യാ റബ്ബ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹദീസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഖുർആനിലൊക്കെ ഒരുപാട് പ്രയോഗമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തന്നെ റബ്ബി ജഅൽനി മുഖീമസ്സലാ, റബ്ബന തഖബ്ബൽ മിന്ന, ഇതൊക്കെ റബ്ബ് വെച്ചാൽ തുടങ്ങുന്നത്. ശരിക്കും റബ്ബ് എന്നുള്ള പ്രയോഗം നമ്മൾ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടതാണ്. യാ റബ്ബ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യാ റബ്ബ് എന്ന് പറഞ്ഞിട്ട് അഥവാ നമ്മുടെ ആത്മകഥ പോലും റബ്ബേന്നായി പോകാറുണ്ട്. ശരിക്കും നല്ലതാണ്. പ്രാർത്ഥിക്കുമ്പോൾ യാ റബ്ബ് എന്ന് എപ്പോഴും കൂട്ടി അതൊരു ആമുഖത്തിലിട്ട് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. കാരണം യാ റബ്ബ് എന്നുള്ള പ്രയോഗം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള സിഫത്താണെന്ന്. എന്താ റബ്ബ് എന്ന് പറയാം? 3 സിഫത്തുകളാണ് നമ്മൾ പറഞ്ഞത്. സൃഷ്ടിച്ചു, പരിപാലിച്ചു, യെസ്, അഥവാ അൽ ഖാലിഖ്, നമ്മളെ സൃഷ്ടിച്ചവൻ. വെറും സൃഷ്ടിച്ചാൽ റബ്ബാവില്ല. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ഘട്ടം ഘട്ടമായി നമുക്ക് ആവശ്യമായത് ഓരോ പീരീഡിലും നമുക്ക് നൽകി വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കൃത്യമായി നമ്മളെ കൊണ്ടുപോയി ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ആവശ്യമായി നൽകുന്നവൻ, മുദബ്ബിർ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അഥവാ എല്ലാം നിയന്ത്രിച്ച് ആവശ്യമായി നമുക്ക് നൽകി, അഥവാ നമ്മളെ സൃഷ്ടിക്കണം, ആ സൃഷ്ടിച്ച് കൃത്യമായി നമുക്ക് പരിപാലനം നൽകണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും വേണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഒരാൾ റബ്ബ് എന്ന നാമത്തിനുടമയാവുള്ളൂ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. സൃഷ്ടിച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമായ ഓരോ സമയത്തും ഓരോന്നും നൽകിയിട്ടുണ്ട്. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നിയന്ത്രിക്കുന്നതെന്ന്. അപ്പോൾ റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ അർത്ഥമാണ്. ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടും നമ്മൾ എങ്ങനെ ചിന്തിക്കരുത്? റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് ചിന്തിക്കരുത്. ഇത് വലിയൊരു വിശാലമായ അർത്ഥമാണ്. റബ്ബേ എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്നെ ഉണ്ടാക്കിയവനാണല്ലോ നീ എന്നൊരു ചിന്ത വരണം. എനിക്ക് വാണ്ടിയ സമയത്ത് നൽകുന്നവനാണല്ലോ റബ്ബേ, ആ റബ്ബേ ഉള്ളിൽ അതും ഓർമ്മ വരണം. ഇന്നെ മുഴുവനായും എൻ്റെ ഉടമസ്ഥത മുഴുവനും നിന്നിലാണല്ലോ പഠിച്ചോനെ, ആ ഒരു തവക്കുലിൻ്റെ ചിന്തയും, ഞാൻ മുഴുവനും നിന്നിൽ അർപ്പിക്കപ്പെട്ടവനാണല്ലോ, ഈ ചിന്തകളൊക്കെ യാ റബ്ബേ എന്ന ഒറ്റ വിളിയിൽ എന്താക്കണം? നമ്മുടെ മനസ്സിലേക്ക് വരണം എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹല സൗഫ യുഅതീക, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും, റബ്ബുക ഫതർല, ആ സമയത്ത് താങ്കൾ തൃപ്തിപ്പെടുന്നു. റസൂലുള്ളാഹിനോട് പറയാണ്, താങ്കൾക്ക് അല്ലാഹു നൽകുമെന്ന് പറഞ്ഞ മറ്റൊരായത്തുണ്ട് ഖുർആനിൽ. റസൂലുള്ളാഹിനോട് പറഞ്ഞ് ആയതാ പറയറ്റോ, ചെറിയ ആയത്ത്, ഖുർആനിൽ ഏറ്റവും ചെറിയ ആയത്തിൽ സൂറത്തിൽപ്പെട്ട ഒരു ആയത്ത്. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞു താങ്കൾക്ക് നൽകും, അപ്പോൾ താങ്കൾ തൃപ്തിപ്പെടുന്നു. ഫത്തർലാറ, താങ്കൾ അപ്പോൾ തൃപ്തിപ്പെടും. അഥവാ പരലോകത്തൊക്കെ താങ്കൾക്ക് അള്ളാഹു കുറച്ച് കാര്യങ്ങൾ നൽകാണ്ട്, ആ നൽകുമ്പോൾ താങ്കൾ തൃപ്തിയാവുന്നതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ആശയം. ഇതേ ആശയത്തിൽ വരുന്ന താങ്കൾക്ക് അള്ളാഹു നൽകുമെന്ന് ആ റസൂലുള്ളാഹിനോട് പറഞ്ഞ മറ്റൊരു ആയത്ത് കൂടിയുണ്ട്. ഇന്ന അഅ്തൈനാക്കൽ കൗസർ, അതും നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. അഥവാ താങ്കൾക്ക് അള്ളാഹു കൗസർ നൽകും, അപ്പോൾ താങ്കൾ എന്താവും? തർല, താങ്കൾ തൃപ്തിപ്പെടും എന്നൊരർത്ഥമുണ്ട്. രണ്ടാമത്തെ ഒന്ന്, താങ്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിനുള്ള അവസരം നൽകും. താങ്കളുടെ തൃപ്തി എന്നുള്ളത് ആളുകൾ നരകത്തിൽ പോകാതിരിക്കുക എന്നുള്ളതാണ്. അതിന് താങ്കൾക്ക് ഉണ്ടാവേണ്ടത് ശഫാഅത്ത്, ഈ ആളുകളെ റെക്കമെൻഡ് ചെയ്യാനുള്ള താങ്കളുടെ കഴിവാണ്. അത് താങ്കൾക്ക് നൽകുമ്പോൾ താങ്കൾ തൃപ്തിപ്പെടും എന്നൊക്കെ ഇതിന് വിശദീകരണമുണ്ട്. ഒന്ന്, താങ്കൾക്ക് കൗസർ നൽകുമ്പോൾ താങ്കൾ തൃപ്തരാകും. താങ്കൾക്ക് ഷഫാഅത്ത് കിട്ടുമ്പോൾ, ഷഫാഅത്തിനുള്ള അധികാരം കിട്ടുമ്പോൾ താങ്കൾ തൃപ്തനാകും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലും കൂടുതൽ വിശദീകരണം ഈ ആയത്തിന് കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ നിഅമത്തൊക്കെ താങ്കൾക്ക് പരലോകത്ത് അല്ലാഹു തരുമ്പോൾ താങ്കൾക്ക് കൂടുതൽ തൃപ്തനാവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷഫാഅത്ത് എന്നുള്ളത് നമ്മൾ ദുർബലരാണ്. സ്വഹാബത്ത് പോലും റസൂലുള്ളാഹിന്റെ ഷഫാഅത്തിന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ബാങ്കിന് ശേഷം ആരെങ്കിലും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഹല്ലത്തിൽ അവന് എൻ്റെ ഷഫാഅത്ത് ഉണ്ടാവുന്ന. ആ ഹദീസ് കേട്ടതിന് ശേഷം സ്വഹാബികളൊക്കെ റസൂലുള്ളാഹിക്ക് വേണ്ടി വസീല വൽ ഫദീല ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്ത്? റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് സ്വഹാബികൾ പോലും ആഗ്രഹിച്ചിരുന്നു. അവർ പോലും വിശ്വസിച്ചിരുന്നില്ല ഓല കർമ്മം കൊണ്ട് പോലും കഴിച്ചലാവുന്നുള്ളത്. വളരെ ഗൗരവമാണ് വിഷയം.
അതുകൊണ്ട് നമ്മൾ ആ സ്വഹാബത്തിനേക്കാളും ആവശ്യക്കാരാണ് റസൂലുള്ളാഹിന്റെ ഷഫാത്ത് നമുക്ക് കിട്ടുക എന്നുള്ളത്. കാരണം അത്രയും ദുർബല. അതുകൊണ്ട് ഷഫാഅത്ത് റെക്കമെൻഡ് കിട്ടാനുള്ള എന്തൊക്കെ വകുപ്പുണ്ട് അതൊക്കെ നമ്മൾ നേടിയെടുക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഖുർആൻ്റെ ഷഫാത്ത് നമുക്ക് കിട്ടും. അതിന് നമ്മൾ ഓതേണ്ട സൂറത്തുകളുണ്ട്, അത് നമ്മൾ ഓതണം. സൂറത്തുൽ ബഖറ, അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്. അങ്ങനെ ഖുർആൻ മൊത്തത്തിൽ ഖുർആനുമായിട്ട് കൃത്യമായൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഖുർആൻ നമുക്ക് വേണ്ടി ഷഫാത്ത് നടത്തും. റസൂലുള്ളാഹിക്ക് വേണ്ടി എല്ലാ ബാങ്കിലേശും ഈ പ്രാർത്ഥന അല്ലാഹുമ്മ റബ്ബ ഹാദി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാത്ത് നടത്തും. അങ്ങനെ ഈ ഷഫാത്ത് നടത്തുമെന്ന് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പരമാവധി ചെയ്യുക. കാരണം ഒന്നുമില്ലെങ്കിലും അവസാനം ഈ ഷഫാത്ത് മേലെങ്കിലും ചിലപ്പോൾ നമ്മൾ കഴിച്ചലാവും എന്നുള്ളതാണ്. അതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇൻഷാ അല്ലാഹ്. ഇനി